നമ്മുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിലൊന്നായ കപ്പ അഥവാ മരച്ചീനി കൊണ്ടുള്ള വ്യത്യസ്തവും രുചികരവുമായ കുറച്ച് വിഭവങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. എല്ലാ റെസിപ്പികളുടെയും വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക കൂടി ചെയ്താലേ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ് തേങ്ങ കപ്പ അഥവാ കപ്പ താളിച്ചത്. തേങ്ങ കപ്പ തയ്യാറാക്കാനായിട്ട് ഇവിടെ ഏകദേശം 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കപ്പപ്പുഴുക്ക് തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത് പോലെ കപ്പ കൊത്തി അരിഞ്ഞെടുക്കുക. നന്നായി കഴുകിയതിന് ശേഷം വേവിച്ചെടുക്കുക. ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിൽ വേവിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട്, അതുപോലെ സമയവും കുറവ് മതി. വെള്ളം ഊറ്റി മാറ്റാനാണെങ്കിലും എളുപ്പമുണ്ട്. ഇതിപ്പോൾ കുക്കറിൽ വേവിക്കുമ്പോൾ വെള്ളം നികക്കെ എടുക്കുന്നില്ല, അതിൽ നിന്ന് അല്പം താഴെ നിൽക്കുന്ന കണക്കിനെ എടുക്കുന്നുള്ളൂ. നല്ലപോലെ വേവുന്ന കപ്പയായതിനാൽ കപ്പയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യമേ ചേർക്കുകയാണ്. ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ നമ്മൾ വെയിറ്റ് വയ്ക്കുന്നില്ല, പകരം ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചാൽ മതിയാവും. ഇങ്ങനെ ഗ്ലാസ് വെച്ചാലും ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ഞങ്ങളിങ്ങനെയാണ് എപ്പോഴും കപ്പ വേവിക്കാറ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഐഡിയ ആണ്. വല്ലാണ്ട് കുഴഞ്ഞു പോവാതെ വേവ് കറക്റ്റായിട്ട് കിട്ടാൻ ഇതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ 10 മിനിറ്റ് മീഡിയം ഹൈ ഹീറ്റിൽ വെച്ചു. നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. നന്നായി വേവുന്ന കപ്പയാണെങ്കിൽ ഇത് തന്നെ ധാരാളം. അല്ലെങ്കിൽ തന്നെയും മാക്സിമം 15 മിനിറ്റൊക്കെ മതിയാവും. നമ്മുടെ കപ്പപ്പുഴുക്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ വെന്ത കപ്പയുടെ മണം ആവിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആവി കയ്യിൽ തട്ടുമ്പോൾ ആ സ്റ്റാർച്ച് ഫീൽ ചെയ്യാനും പറ്റും. ഇനി തീ ഓഫ് ചെയ്ത് ആവി സെറ്റിലാകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ സെയിം അളവ് കപ്പ ഓപ്പൺ ആക്കി വേവിക്കാനാണെങ്കിൽ കൂടുതൽ വെള്ളവും വേണം, അതുപോലെ ഇരട്ടി സമയം വേണ്ടി വരാറുണ്ട്. ആവി സെറ്റിലായതിനു ശേഷം നമുക്കിത് തുറക്കാം. കപ്പ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം വറക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി കാണിക്കാം. സിമ്പിളാണ്. കുക്കറിൻ്റെ വാഷർ മാറ്റിയിട്ട് അടച്ചു വെച്ച് ഇതുപോലെ ഈസിയായി ഊറ്റിയെടുക്കാം. ചോറ് വാർക്കാനും ഈ സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ ചെയ്യാറ്. എളുപ്പമുണ്ട്. അപ്പോൾ ദേഹത്തേക്ക് തെറിച്ചു വീഴുവൊന്നും പേടിക്കേണ്ട, അടപ്പ് തെന്നിപ്പോകുമെന്നും പേടിക്കേണ്ട. വെള്ളമൊക്കെ നല്ല വൃത്തിക്ക് ഊർന്നു പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിരകിയെടുത്ത തേങ്ങ 1 കപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. തേങ്ങയും ഉപ്പും പാകത്തിനുണ്ടെങ്കിലേ അതിനനുസരിച്ചിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. കപ്പ ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ തേങ്ങ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. കപ്പപ്പുഴുക്കിൻ്റെ പോലെ ഉടച്ചൊന്നും എടുക്കണ്ട. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിനായിട്ട് അല്പം വെളിച്ചെണ്ണയിൽ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെ എടുക്കണം. കപ്പയുടെ ആ തനത് ടേസ്റ്റിന് വെളിച്ചെണ്ണ തന്നെയാണ് ബെസ്റ്റ്. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കുകയാണ്. വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം, പകരം ചെറിയ ഉള്ളി ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. വെളുത്തുള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴേക്കും അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 4 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. വലിയ കറിവേപ്പില ആയതുകൊണ്ട് ഒന്ന് നുറുക്കിയിടുവാണ്. അതുപോലെ തന്നെ വറ്റൽമുളകും പകുതിയായിട്ട് മുറിച്ച് ചേർക്കുന്നു. കറിവേപ്പിലയും വറ്റൽമുളകും മൂത്ത് വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ കപ്പ തയ്യാർ. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരുപാട് കപ്പ വിഭവങ്ങളുണ്ട്. നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള കപ്പ റെസിപ്പികളുടെയൊക്കെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാൻ മറക്കല്ലേ. താങ്ക്